നമ്മളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. പതിവ് പോലെ ഒന്ന് രണ്ട് സാധനം എടുക്കാൻ മറന്നു, വീണ്ടും തിരിച്ചു പോയി എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ചെറിയ സ്നാക്സ് കഴിക്കാമെന്ന്. അപ്പോൾ ഇതാ സച്ച് നല്ല ഉറക്കമായിരുന്നു, ആള് കുളിപ്പിച്ചത് മുതൽ ഉറക്കാണ് കേട്ടോ. ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടൊന്നും വന്നില്ല. അപ്പോൾ അവനെ കാറിൽ കിടത്തിയിട്ട് ഞാനും ഏട്ടനും പോയി ഫുഡ് കഴിച്ചു കേട്ടോ. തിരിച്ചു വന്നപ്പോഴും ആള് നല്ല ഉറക്കമായിരുന്നു. അത് നേരത്തെ എഴുന്നേറ്റതിൻ്റെ ഒരു പ്രശ്നമാണ്. ഞങ്ങൾ വിചാരിച്ചു ഉറങ്ങട്ടെ, എന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ശനീശ്വര ക്ഷേത്രത്തിലേക്കാണ്. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ശനീശ്വര ക്ഷേത്രം. കേരളത്തിൽ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളൊക്കെ ഉള്ളൂ. ശനിദോഷങ്ങളൊക്കെ മാറാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തോ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസവും സമാധാനമൊക്കെയാണ് കേട്ടോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയാൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പത്തനംതിട്ടയ്ക്കാണ്. പത്തനംതിട്ട എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ഒരു പേടിപ്പെടുത്തുന്ന ഓർമ്മകളുള്ള നാടാണ്. കാരണം ഞങ്ങൾ 2018 റാന്നീൻ്റെ അടുത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ 2 മാസം കൺസീവ് ആയിരുന്നു കേട്ടോ. അപ്പം ഒരു ദിവസം വൈകുന്നേരം, അതായത് ഈ ഫ്ലഡിൻ്റെ തലേ ദിവസം രാത്രി ഒരു 10-11 മണിയൊക്കെ ആയി കാണും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് പനിച്ചു. അപ്പം ഞങ്ങൾ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പാർക്കിങ്ങിലെത്തിയപ്പോൾ പാർക്കിങ്ങിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. പക്ഷെ അത്രയും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ്റെ ഒരു കൊളീഗ് വിളിച്ചു പറഞ്ഞു, മുത്തൂറ്റ് ഹോസ്പിറ്റലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ വെള്ളം കയറി, അങ്ങനെ എന്തോ ആണെന്ന് ഞാൻ ഓർക്കുന്നത്. എന്തായാലും അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് പുള്ളി വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇപ്പോഴല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന്. ഞങ്ങൾ പുറകെ ആ ഒരു പാലം, നമ്മൾ തീയടിക്കലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പാലമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഫുള്ളായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ഒരറിവില്ല. 3 ദിവസത്തേക്ക് കറണ്ടില്ല, ഒന്നും ചെയ്യാനില്ല, ആരെയും വിളിക്കാനില്ല, നാട്ടുകാർക്കും വരാനില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. ആറന്മുളയിലേക്ക് എനിക്ക് മോനെ ഒരു കുഴപ്പമില്ലാണ്ട് തന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാമെന്ന്. അപ്പോൾ അവൻ ജനിച്ച് നമുക്ക് കുറേ ഇങ്ങോട്ട് വരാൻ പറ്റാതായി. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. പ്രസാദമൊക്കെ കഴിപ്പിച്ചു. അപ്പോൾ ശരിക്കും അന്നദാനത്തിനെ പറ്റിയിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല അവിടുന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴുതിട്ട് പോരുമ്പോഴാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് വള്ളസദ്യ ആയിരിക്കുന്നു. അപ്പോൾ അവിടെ ഉള്ള വർക്ക് ചെയ്യുന്നൊരു ചേട്ടനാണ് കേട്ടോ പറഞ്ഞത്, ഇന്ന് അന്നദാനമാണ്, നിങ്ങൾ കഴിച്ചിട്ട് പോകുന്നൊക്കെ. അപ്പോൾ ഇത്ര ടിഷ്യൂ പേപ്പർ അടക്കം തന്നിട്ടുള്ള ഒരു സദ്യ അമ്പലത്തിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വള്ളസദ്യക്ക് വേണമെങ്കിൽ ഇവിടെ ബുക്കിംഗ് കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ബുക്ക് ചെയ്താൽ മതി കേട്ടോ. എവിടുന്ന് ഫുഡ് കഴിക്കാത്ത, ഹോട്ടലിൽ നിന്ന് മാത്രം ഫുഡ് കഴിക്കുന്ന എൻ്റെ സച്ചു അവിടെ ഇരുന്ന് ആ ചോറ് മുഴുവൻ കഴിച്ചിട്ട് എനിക്കാണ് ഭയങ്കര സങ്കടം എന്താണെന്ന് എനിക്കറിയില്ല. ശരിക്കും അതൊക്കെ ഒരു ഭാഗ്യമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ചിലപ്പോൾ എൻ്റെ വിശ്വാസം കൊണ്ടായിരിക്കാം എന്തോ. ഈ ഒരു നടയിലെത്തുന്ന സമയത്തുണ്ടല്ലോ, ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് നേരെ പോയത് ഞങ്ങൾ പണ്ട് താമസിച്ച ആ വീട് കാണാൻ. ഈ ഒരു വീട്ടിലാണ് കേട്ടോ താമസിച്ചത്. ഇതിൻ്റെ ചുറ്റിലും വെള്ളം കയറി. അന്ന് ഈ ഓണറിൻ്റെ ഫാമിലി ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. എനിക്കാണെങ്കിൽ വോമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും അപ്പം വോമിറ്റ് ചെയ്യും, അങ്ങനെയായിരുന്നു. ഇച്ചിരി എന്തെങ്കിലും ഫുഡിൻ്റെ ഐറ്റംസ് കണ്ടാൽ അപ്പം ഞാൻ വോമിറ്റ് ചെയ്യും, അങ്ങനെയായിരുന്നു. പക്ഷെ എന്നിട്ട് ആ ചേച്ചി എനിക്ക് എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കി തന്നു. ആ ചേച്ചി ഉണ്ടാക്കി തരുന്ന ഫുഡ് കണ്ടാലും എനിക്ക് പ്രശ്നമില്ല, കഴിച്ചാലും പ്രശ്നമില്ല. പക്ഷെ വല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിയതോ അല്ലെ ഞങ്ങൾ ഉണ്ടാക്കുന്നതോ കണ്ടാലൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, അവരെ കാണാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട്. തിരിച്ചു പോരുമ്പോൾ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, എക്സ്ട്രാ ഒരു പെയർ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാഗമണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഏട്ടൻ പറഞ്ഞു ഈ ഒരു ഹോട്ടലിൽ അടിപൊളി ബീഫും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് വരുന്ന കേട്ടോ. പറഞ്ഞ പോലെ നല്ല അടിപൊളി ബീഫും പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് പാൽപ്പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഈ ഒരു പ്രോട്ടീൻ പൗഡർ കുടിക്കുന്ന ഈ ഒരു കുപ്പിയിൽ തന്നെ ഇട്ടങ്ങോട്ട് കുടിച്ചു. നല്ല പാൽപ്പായസമായിരുന്നു കേട്ടോ. സച്ചാണ് ഇതിൻ്റെ ശരിക്കും ഉണ്ണിക്കണ്ണൻ. അവനാണ് ഈ പാൽപ്പായസം അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ മെയിൻ ആൾ കേട്ടോ. ഇവന് എത്ര കുടിച്ചാലും ഇത് മടുക്കില്ല. ഞങ്ങൾ അമ്പലപ്പുഴയൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് പോലും ടേസ്റ്റ് നോക്കാൻ തന്നില്ല, ഫുള്ളിരുന്ന് കുടിച്ചു കേട്ടോ. ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ വിശ്വാസമല്ലേ അല്ലേ. അപ്പോൾ വാഗമണിലേക്ക് പോകുമ്പം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല വ്യൂവും കാര്യങ്ങളും. ഈ ഒരു ജീപ്പിനുണ്ടല്ലോ, നിങ്ങൾ കണ്ടോ, ഈ ഒരു ജീപ്പിന് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ ഡ്രൈവിംഗ് മീൻസ് സ്റ്റിയറിംഗ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇതൊക്കെ അലൗഡാണോ എനിക്കറിയില്ല. എനിക്ക് വലിയ നിയമങ്ങളെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ, റോഡ് നിയമങ്ങളെ പറ്റിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ബ്ലോക്കൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അതാ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതാ വളഞ്ഞങ്ങാനം എന്നല്ലേ പറയുന്നത് ആ ഒരു വാട്ടർഫോൾസിന്. ഈ ഒരു
ചാർലി സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എനിക്കറിയില്ലായിരുന്നു, ഞാനിപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. ഇതാ റൂം എന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഭയങ്കര രസമാണ്. വാഗമണിലേക്ക് ആരെങ്കിലും വരുന്നുണ്ട് വേഗം പോകുന്നു. നല്ല തണുപ്പും നല്ല ക്ലൈമറ്റും അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളെടുത്ത റൂം. സച്ചുവിന് ഈ പുറത്ത് റൂമിലൊക്കെ വന്ന് താമസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും കുറച്ചൊക്കെ ഇഷ്ടമാണ്, കുറച്ചല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നിങ്ങളെ ഈ ഒരു വ്യൂ കാണിച്ചിട്ട് മതിയാവുന്നില്ല, അത്രയ്ക്ക് അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ പൈൻ ഫോറസ്റ്റിനടുത്തുള്ള ഒരു റിസോർട്ടിലാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാഗമണിലേക്ക് വരുന്നുണ്ടെങ്കിൽ വേഗം പോന്നു. അടിപൊളി